കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 2024 ഡിസംബറിലായിരുന്നു വിളിച്ചിരുന്നത്. അതിലേക്ക് വർക്ക്മെൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരുന്നത്. വിവിധ ട്രേഡുകളിൽ 200 മുകളിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള എക്സാം ഡേറ്റ് ആയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏത് ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് എന്നൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതോടൊപ്പം ഇതിൻ്റെ എക്സാം സ്കീമിനെ കുറിച്ചിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്കാണ്. ഇവിടെ കാണാം, ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാം വർക്ക്മെൻ പോസ്റ്റ്. ഇതിൻ്റെതാണ് നിലവിൽ ഇത് ഡിസംബറിലാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ കാണാം ഫാബ്രിക്കേഷൻ അസിസ്റ്റൻറ്റ്, അതുപോലെ ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ്, അതിൽ തന്നെ വിവിധ ട്രേഡുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 16 മുതൽ നമുക്ക് ഡിസംബർ 30 വരെ ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 6 അങ്ങനെ എന്തോ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്. അങ്ങനെ 224ഓളം വേക്കൻസിയിലേക്ക് ഇതിലേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയാം, അത് എക്സാം ഡേറ്റും പറയാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വെറും 158 ഫോളോവേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ 158 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ കുറഞ്ഞ ഫോളോവേഴ്സാണ്. ഇത്രയും നമുക്ക് ചാനലിൽ അത്യാവശ്യം ഉണ്ട്, പക്ഷേ ഇവിടേക്ക് നമുക്ക് ആരും വരുന്നില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു പോസ്റ്റൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് അങ്ങനെ ഓരോ പോസ്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും പല സമയത്തും നമുക്ക് ചിലപ്പം ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ, ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്താൽ ഇപ്പോൾ യൂട്യൂബ് തന്നെ നമ്മൾ എടുത്ത് നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇടാവുന്നതാണ്. എല്ലാവരും കൂടെ ഈ കുറേ ഫോളോവേഴ്സ് നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഉപകാരമാവും. കാരണം നമുക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. ഓക്കെ, ശബ്ദത്തിന് കുറച്ച് ഇടർച്ചകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വലിയൊരു നമ്പറിലേക്ക് നമുക്ക് എത്താൻ നിങ്ങളുടെ സഹായം വേണമെന്നുള്ളത് തീർച്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനലും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങളും ജോയിൻ ചെയ്യുക. പിന്നെ റീസെൻ്റ് ആയിട്ട് ചെയ്ത ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഓരോന്ന് എടുത്ത് നോക്കുക. അപ്ഡേഷൻസ് എല്ലാം ഇതിലും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ജിയോസിഎൽ എജുലാൻഡിൻ്റെ കേട്ടോ. അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ മാതൃകയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ നോട്ടീസാണ്, ഒഫീഷ്യൽ നോട്ടീസാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സ്ക്രീനിലൂടെ കാണാം. ഇതാ 20 ജനുവരിക്കാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇത് അവിടെ കാണാൻ നിങ്ങൾക്ക് ഫെബ്രുവരി 18 കേട്ടോ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള എന്താണ് എക്സാം വെന്യൂ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കാണാം ജനുവരി 28 മുതൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ 2 കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. 2 കോപ്പി നമ്മൾ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം. 2 കോപ്പി നമ്മൾ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കോപ്പി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള സ്ഥലത്ത് ഫോട്ടോ ഒട്ടിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാമിന് പോകുന്ന ഓൺലൈൻ ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം 2 കോപ്പി. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ 2 കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന അതെങ്കിൽ ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒറിജിനൽ ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എക്സാമിന് പോകുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ അനുവദിക്കുന്നതല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൾ ലെറ്ററിൽ 2 കോപ്പി കോൾ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിൽ ഒട്ടിക്കണം. അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ട്, അത് ഞാൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു 2 കോപ്പി കോൾ ലെറ്റർ, അതായത് അഡ്മിറ്റ് കാർഡ് നമുക്ക് 2 കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരു കോപ്പി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ്റെ സമയത്ത് ഇൻവിജിലേറ്റർ നമ്മളെ കയ്യിൽ നിന്ന് അത് വാങ്ങി വെക്കും. ഒരു കോപ്പി അവർക്ക് കൊടുക്കാനുള്ളതാണ്, ഒരു കോപ്പി. എന്നാൽ മറ്റേ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ അത് മിസ്സാവാതെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അതിൽ ഇൻവിജിലേറ്റർ സൈനൊക്കെ ചെയ്തു തരും. അപ്പോൾ ആ സൈൻഡ് കോപ്പി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് മിസ്സായി പോകരുതെന്നും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പിന്നീട് എൻട്രി
ലഭിക്കുന്നത് ഈ കോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. 2 എണ്ണം വേണം. ഒന്ന് നമ്മുടെ ഇൻവിജിലേറ്ററിന് എക്സാം സമയത്ത് നമ്മൾ കൊടുക്കും, അത് അവർ വാങ്ങി വെക്കും, അത് നമുക്ക് അവർ തരില്ല. മറ്റേത് നമ്മുടെ കയ്യിൽ വെക്കണം. രണ്ടാമത്തേത് അത് നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിയുന്നത് വരെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ സില്ലി ആയിട്ട് എടുക്കുന്ന, ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന എന്താണ് ഇതൊന്നും മേ ബി നമ്മൾ വായിച്ച് നോക്കുന്നത് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കോപ്പിയായിട്ട് എക്സാമിന് പോകും. പിന്നെ അടുത്തൊന്നും ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന കളയോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഇടങ്ങേറാവും. ഓക്കെ, പിന്നെ അതിൽ ഫോട്ടോ ഒട്ടിക്കണം, നമ്മളെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു എക്സാമിന് പോവുകയാണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ച് ഇൻസ്ട്രക്ഷനൊക്കെ കറക്റ്റ് വായിച്ച് അത് ഫോളോ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് ഇടങ്ങേറാകുക കേട്ടോ. ഓക്കെ, അതല്ലാതെ നമ്മൾ ഈ പറയുന്ന മറ്റു സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും എവിടെ കൊണ്ടുപോകണ്ട, നിങ്ങൾ ഈ പറയുന്ന എക്സാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണ്ട. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് ക്യാരി വിത്ത് ദം എനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് ഓർ ദെയർ ഫോട്ടോ കോപ്പീസ് ടു ദ ഓൺലൈൻ ടെസ്റ്റ് സെൻറ്റർ. നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് സെൻറ്ററിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വേറെ നമ്മുടെ സർട്ടിഫിക്കറ്റോ മാർക്ക് ഷീറ്റോ അങ്ങനത്തെ ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ 2 കോപ്പി എന്താണ് നമ്മുടെ കോൾ ലെറ്ററും പ്ലസ് നമ്മളെന്താണ് ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ID കാർഡിൻ്റെ ഒറിജിനലും, അതേതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് മാത്രമേ അവിടെ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ആധാറോ അല്ലെങ്കിൽ ഇലക്ഷൻ ID അല്ലെങ്കിൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ, ഇതിലേതെങ്കിലും ഒന്നേ പറ്റുള്ളൂ കേട്ടോ. മീൻസ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നുള്ള പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ കോൾ ലെറ്ററിലേക്കാണ് നമ്മൾ നോക്കുന്നത്. കോൾ ലെറ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോൾ ലെറ്ററിൻ്റെ മാതൃക. ഈ മാതൃക നമ്മൾ തന്നെ ഓൺലൈനായിട്ട് ചെയ്തു കൊടുത്ത കുട്ടിയുടേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ ഇതേ മാതൃകയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതിപ്പം ഇന്നലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തവന് കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ച് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്ലൈ ചെയ്ത് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ഷിപ്രൈറ്റ് വുഡിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റൊക്കെ ഇവിടെ കാണിക്കും. കോൺട്രാക്ട് ബേസിലുള്ള ജോലിയാണ് ഇത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോൾ അറിയാമായിരിക്കും. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ കാൻഡിഡേറ്റ്സ്, നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും, റോൾ നമ്പർ ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണിക്കും, കാറ്റഗറി OBC SC ഏതായിരിക്കും അത് അവിടെ കാണിക്കും. ഇനി ഡിസബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ട് അവിടെ yes എന്നൊക്കെ കാണിക്കും. നിങ്ങളുടെ ടെസ്റ്റ് ഡേറ്റ് ഉണ്ടോ, എക്സാം ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കാണാം 18 ഫെബ്രുവരി. ഓക്കെ, 18 ഫെബ്രുവരി. റിപ്പോർട്ടിംഗ് ടൈം 10:30 AM നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്, അത് കഴിയാൻ പാടില്ല എന്ന് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടൈം 12 PM മുതൽ 12:35. ഓക്കെ, അപ്പോൾ എത്ര ടൈമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാണ്ടാവുക, വെറും 35 മിനിറ്റാണ് ഉണ്ടാകുക. അതിൻ്റെ സ്കീം ഞാൻ പറഞ്ഞുതരാം, എക്സാം എത്ര മാർക്കിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ 35 മിനിറ്റ് ഡ്യൂറേഷനാണ് ടൈം ഉണ്ടായിരിക്കുക, 35 or 30. ഇനി അതിൽ എന്തോ കൂൾ ഓഫ് ടൈം ഉണ്ടോ എന്ന് അറിയില്ല, നോക്കണം, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആകെ നമുക്ക് കിട്ടുന്നത് എക്സാം ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മുതൽ ക്ലോസ് ചെയ്യുന്നത് 12:35 ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 10:30. ഓക്കെ, അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. 10:30 നിങ്ങൾ ഷാർപ്പായിട്ട് എത്താൻ ശ്രമിക്കാം കേട്ടോ. ഇനി മറ്റു സ്ക്രൈബിനൊക്കെ, അതായത് PWD കാൻഡിഡേറ്റ്സ് ഒക്കെ അവർക്ക് കോമ്പൻസേറ്ററി ടൈം ഉണ്ടാവും, കുറച്ചും കൂടെ അഡീഷണൽ ടൈം ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവിടെ ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഈ പറയുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൾറെഡി ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, അതേ സെയിം ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ട്, അതന്നെ നിങ്ങൾ ഒട്ടിച്ചോളൂ ഇവിടെ. ഓക്കെ, റീസെൻ്റ് ആയുള്ള ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല. ഇത് എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഇവിടെ സൈൻ ചെയ്യും കേട്ടോ. നിങ്ങളെ എക്സാമിനറാണ് ഇവിടെ സൈൻ ചെയ്യുക, ഇൻവിജിലേറ്ററാണ് ഇവിടെ സൈൻ ചെയ്യുക. ഓക്കെ, എക്സാം ഹാളിൽ അവർ ചെയ്തോളൂ, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്നുള്ളിടത്ത്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പറയുന്ന 10:30 റിപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ചെയ്താലും മതി. ഓക്കെ, നമ്മൾ ചെയ്യട്ടെ എന്നുള്ളത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ല, നമുക്ക് എപ്പം ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ അതിൻ്റെ നോട്ടീസ് പ്രകാരമാണെങ്കിൽ കാൻഡിഡേറ്റ് ഷുഡ് പേസ്റ്റ് റീസെൻറ്റ് പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ആൻഡ് പുട്ട് ദർ സിഗ്നേച്ചർ ഇൻ അപ്രോപ്രിയേറ്റ് പ്ലേസസ് ഇൻ ബോത്ത് കോപ്പീസ് ഓഫ് ദ കോൾ ലെറ്റർ. അപ്പോൾ ഈ നമ്മൾ കോൾ ലെറ്റർ 2 കോപ്പി എടുത്തിട്ട് ഫോട്ടോ ഒട്ടിച്ച് നമ്മളിവിടെ സൈൻ ചെയ്യണമെന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് സൈൻ ചെയ്യാം. എങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചോളൂ, ബാക്കി ജസ്റ്റ് സൈൻ ചെയ്യാനല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം ഹാളിൽ പ്രവേശിക്കുന്ന ആ സമയത്ത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോടിയായിട്ടും ചെയ്യാം, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, 2 കോപ്പി എടുക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൻ്റെ അടിയിലേക്കുണ്ട് ഇവിടെ എക്സാമിനേഷൻ സെൻറ്റർ കാണാം നിങ്ങൾക്ക്. എക്സാമിനേഷൻ സെൻറ്റർ അതിൻ്റെ സെൻറ്ററിൻ്റെ പേരാണ് ഏറ്റവും മുകളിലുണ്ടാകുക. പിന്നെ അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ മതി പോകാം. അങ്ങനെ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കും, കാൻഡിഡേറ്റിൻ്റെ അഡ്രസ്സ്. പിന്നെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര് ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഓക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈം 10:30 AM ആണ്. പിന്നെ ഈ പറയുന്ന 11:30 AM കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്ത് ചെയ്യില്ല, അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എക്സാമിൽ ഹാളിലേക്ക് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പ്രത്യേകം പറയുന്നത്. 11:30 മാക്സിമം പോയാൽ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. മാക്സിമം 10:30 അല്ലെങ്കിൽ 11ൻ്റെ ഉള്ളിൽ തന്നെ എത്താൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, 11:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കില്ല, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളുടെ ഒരു ഡിസ്ക്ലൈമറാണ്, ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്, ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, നമ്മുടെ പോസ്റ്റ് നെയിം കൂടെ കാണിക്കും. ഓക്കെ, കാരണം ഇത് എക്സാം എഴുതിയാഴ്ച നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആവില്ല, അങ്ങനെയുള്ള ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ കാര്യങ്ങളാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെറുതെ ഒന്ന് നിങ്ങൾ വായിച്ച് പോവുക, ഇതിപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 35 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നത് ടോട്ടൽ. അതിൽ സെക്ഷൻ കാണാൻ ജനറൽ 10 മാർക്ക്. ഓക്കെ, ദെൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് 20 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, അങ്ങനെ ടോട്ടൽ 35 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 2 പാർട്ടായിട്ടാണ് വരുന്നത്, ജനറൽ പാർട്ട് എ, മറ്റേ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റും ഉണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവരുടെ CSLൻ്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ കാര്യം പാടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാം ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. വെറുതെ ഒന്ന് വായിച്ചിട്ടാൽ മതി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മൊത്തമായിട്ടൊന്ന് വായിച്ച് നോക്കുക. എക്സാം ഹാളിലേക്ക് നിങ്ങളിതാ ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരുക. ഇവിടെ ഇത്രയും സാധനങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ എക്സാം ഹാളിലേക്ക്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് പെന്ന്, പെൻസില്, പേപ്പർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പെന്ന്, പെൻസില് ഇതൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പേപ്പർ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് റഫ് വർക്കിനുള്ളതാണ്, അതായത് എന്തെങ്കിലും കാൽക്കുലേഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വരയ്ക്കാൻ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാനുള്ളതാണ്. അത് നിങ്ങൾ ചെയ്ത് എക്സാം കഴിഞ്ഞാൽ അത് തിരിച്ച് ഇൻവിജിലേറ്റർ നമ്മൾ കൊടുക്കണം, അതുമായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കണ്ടീഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ കീപ്പ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ പോകാം. നിങ്ങൾക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് 2 കോപ്പി എടുക്കണം. ഫോട്ടോസ്റ്റാറ്റ് 2 കോപ്പി എടുക്കുക. 2ലും നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് സൈൻ ചെയ്യുക കേട്ടോ. സൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ 2 ഫോട്ടോ കോപ്പി ഉണ്ടാവണം. ഇതേപോലെ 2 അഡ്മിറ്റ് കാർഡ്, ഈ അഡ്മിറ്റ് കാർഡ് 2 എണ്ണം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളറിലെടുക്കാൻ വേണമെങ്കിൽ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. കളറിലെടുക്കാൻ പറ്റിയ കളറിലെടുത്തോളൂ, കുറച്ചും കൂടെ ക്ലിയർ ഉണ്ടാവും കേട്ടോ. നല്ല A4 ഷീറ്റിലാക്കിയിട്ട് എടുത്തോളൂ. ഇനി നമ്മൾ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് യൂട്യൂബിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ലിങ്ക് തരാം. ഈ പേജിൻ്റെ ലിങ്കാണ് ഇത്. നമ്മുടെ വെബ്സൈറ്റാണ്. നിങ്ങൾക്കിവിടെ കാണാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, 224 അസിസ്റ്റൻറ്റ് പോസ്റ്റും കാരണം താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇതൊന്നും ഇവിടെ നോക്കേണ്ട, അതൊക്കെ നമ്മൾ അന്ന് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കണ്ടോ, നിങ്ങൾക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ്, ഈ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ദെൻ നിങ്ങളുടെ ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് കൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഫോർഗോട്ട് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പറും വെച്ച് അത് റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ അതങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാറുണ്ട്, ഓപ്പൺ ആക്കുക. ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ തന്നെ ഒരു സെറ്റപ്പാണ്. നിങ്ങൾക്കിവിടെ കാണാം സിസ്റ്റം നമ്പർ, ഇതൊക്കെ ഒരു മോക്ക് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു ഡെമോ ആയിട്ട് മീൻസ് എങ്ങനെയായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ, കാൻഡിഡേറ്റ് നെയിമൊക്കെ ഇവിടെ കാണിക്കും, സബ്ജക്റ്റ് ഇവിടെ കാണിക്കും, ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കാണിക്കും. ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽ, നിങ്ങളുടെ എന്താണ് അത് യൂസർ നെയിമും ആ ഒരു പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും, അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാമെന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സൈൻ ഇൻ കൊടുത്താൽ മതി. അതായത് റോൾ നമ്പറോ അങ്ങനെ എന്തായിരിക്കും അത് അവിടെ ചോദിക്കും. ഇൻവിജിലേറ്റർ കറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും, അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആ സൈൻ ഇൻ എന്നുള്ളത് കൊടുത്താൽ കൂടെ കാണാം പേജ് ലോഡാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. സേവ് നെക്സ്റ്റ് അടിച്ച നമ്മൾ അത് സേവ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അത് സേവ് ആവുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇവിടെ പ്രത്യേകം പറയും. നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് സേവ് ആയതിന് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ നാവിഗേഷൻ കാര്യങ്ങളെക്കുറിച്ച് റെക്കോർഡ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് എല്ലാം മനസ്സിലാക്കുക. എല്ലാം നമ്മൾ റീഡ് ചെയ്തു എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക. ഐ ആം റെഡി ടു ബിഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എക്സാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വിച്ച് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് സമ്മർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നതിൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇത് ജസ്റ്റ് ഞാൻ വെറുതെ നമ്മളത് കൊടുക്കുകയാണ്, ജസ്റ്റ് വെറുതെ നമ്മൾ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. then അടുത്തതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സമ്മർ ക്യാപിറ്റൽ ഏതാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ല വരിക. മനസ്സിലാക്കണം നിങ്ങൾ, ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈൻ ടെസ്റ്റ് ഇവിടെ കണ്ടോ. ഇപ്പം ഞാൻ രണ്ടെണ്ണം ആൻസർ ചെയ്തു, സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ കാണാം അതിൻ്റെ സിമ്പിൾ മാറി. ഓക്കെ, ഗ്രീൻ കളറായി. ഈ ഫസ്റ്റ് 2 ആൻസർ ചെയ്തു, അത് ഗ്രീൻ കളറായി. ഇനി എനിക്ക് ഞാനിപ്പോൾ 2 ഇവിടെ ടച്ച് ചെയ്യാണ്. ഈ 2 ടച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിയർ റെസ്പോൺസ് എന്ന് കാണാം. ഈ ക്ലിയർ റെസ്പോൺസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇത് റെഡായി, കാരണം അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയാലും ഗ്രീൻ ഉള്ളത് നിങ്ങൾക്ക് സംശയമാണ്, തെറ്റാണ്, ഇനി അത് മാറ്റണം എന്നൊക്കെ തോന്നുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇതിൽ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ്, ഇതിപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ലാസ്റ്റ് സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുത്താൽ ഇത് കണ്ടോ വേറൊരു സ്ഫിയർ ഷേപ്പിലേക്ക് വന്നു, ഒരു റൗണ്ട് വേറൊരു കളറുമായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് എനിക്ക് ലാസ്റ്റ് മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോരോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ചെയ്യാം. ഞാൻ ക്ലിയർ ചെയ്താൽ നേരത്തെ പോലെ. ഇനിയിപ്പോൾ 2 ഞാൻ എന്താണ് ജസ്റ്റ് ആൻസർ കൊടുത്തു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ഇനി അടുത്ത 3 ഞാൻ സ്കിപ്പ് ചെയ്യാണ്, എനിക്ക് എന്ത് ചെയ്യണ്ട. അപ്പോൾ ഞാൻ നേരെ 4 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. 4ാമത്തെ ഇവിടെ വരുന്നു. അടുത്ത എന്താണ്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഒഡീഷ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജസ്റ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക, എന്നിട്ട് ആൻസർ കൊടുത്ത് നമ്മൾക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ റിവർ ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യൻ ആൻഡ് സത്പുര റേഞ്ചസ്. നമ്മൾ ആൻസർ കൊടുത്തു, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് 5 ക്വസ്റ്റ്യനാണുള്ളത്, 5 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും നമുക്ക് ഓപ്ഷനുള്ളൂ. ഇവിടെ നമുക്ക് സബ്മിറ്റ് കൊടുക്കാനൊന്നും കഴിയില്ല. ഇത്രയും നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതല്ലാതെ നമുക്ക് എന്താണ് ഇത് കംപ്ലീറ്റ് ടെസ്റ്റ് അവർ തരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളനുസരിച്ച് ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഓരോന്നൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വ്യത്യാസം വരുന്നത്, നമ്മളിവിടെ ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് കളറാണ് വരുന്നത്, അതൊക്കെ മനസ്സിലാക്കാം നിങ്ങൾക്ക്. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത ഏതാണ്, അറ്റൻഡ് ചെയ്യാത്ത ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കളർ അതായത് നിങ്ങൾക്കൊരു ഗ്രീൻ കളർ പോളിഗൺ ഷേപ്പിൽ വരുന്ന നിങ്ങൾക്ക് എന്താ ആൻസേർഡ് എന്ന് കാണാം. ദെൻ അത് തല കുത്തനായിട്ട് കാണുന്നത് കൂടെ കാണാം, റെഡ് കളറിൽ അത് നോട്ട് ആൻസേർഡ് എന്നുള്ളതാണ് കണ്ടോ. അപ്പോൾ അത് ഓരോന്നിൻ്റെയും സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് നോട്ട് വിസിറ്റഡ്, നമ്മൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കളർ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതൊന്ന് കുറച്ച് സ്പീഡായി നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെ 30 ക്വസ്റ്റ്യനല്ലേ, 30 ക്വസ്റ്റ്യൻ. ആ 30 ക്വസ്റ്റ്യന് നമ്മൾ ആ ഒരു 35 മിനിറ്റ് കൊണ്ട് നമ്മൾ വായിച്ച് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റണം. അതിൽ നമ്മൾ ടൈം വേസ്റ്റ് ആയി പോരുത്. ഇതൊക്കെ ഓപ്പൺ ആയി ഇങ്ങനെ വന്ന് നെക്സ്റ്റ് അടിച്ച് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ.
ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊരു കട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറിയിട്ട് ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. താങ്ക്